ഇന്ന് നമുക്ക് ഒരു ആനക്കോട്ട കാണാൻ പോയാലോ? ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള പുന്നത്തൂർ കോട്ടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുതിർന്നവർക്ക് 20, ചെറിയ കുട്ടികൾക്ക് 10, മൊബൈൽ ക്യാമറയ്ക്ക് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇത് പുന്നത്തൂർ കൊട്ടാരമാണ്. അനുജൻ രാജ എന്ന് പറയുന്ന രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു ഇത്. പിന്നീട് ഇത് ഗുരുവായൂർ ദേവസ്വത്തിന് കൈമാറുകയാണ് ഉണ്ടായത്. ഇവിടെയാണ് ആനകളെ പാർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ 2 ക്ഷേത്രങ്ങളുമുണ്ട്. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. ഞങ്ങൾ 8 മണിയായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ ആനകൾക്കുമുള്ള പട്ടകൾ ഇവിടെ അടുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ കരുത്തരായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുറച്ച് ആനകളെ ഈ പട്ടകൾ വിതരണം ചെയ്യാനായിട്ട് അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. കുങ്കി ആനകളെ ഉപയോഗിച്ച് വൈൽഡായിട്ടുള്ള ആനകളെ മെരുക്കുന്നതിനുള്ള ആനക്കൂട് ഞങ്ങളവിടെ കണ്ടു. വീണ്ടും മുമ്പോട്ട് നടന്നപ്പോൾ തലങ്ങും വിലങ്ങും ആനകൾ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആനകളെ അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഓരോന്നിനെയും കണ്ടുകൊണ്ട് മുമ്പോട്ട് നടന്നു. കുഞ്ഞിന് വലിയ സന്തോഷമായി ആനകളെ കണ്ടപ്പോൾ. കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നടന്നില്ലെങ്കിൽ പട്ടയം കൊണ്ട് വരുന്ന ആനയുടെ അടിയിലായിരിക്കും നമ്മൾ. 48ഓളം ആനകളെയാണ് ഇവിടെ പാർപ്പിച്ചിട്ടുള്ളത്. അതിൽ ചിലതൊക്കെ അസുഖബാധിതരും പ്രായമേറെ ആയവരും ആണ്. ആരോഗ്യമുള്ള ആനകളെ ഉപയോഗിച്ചിട്ടാണ് പട്ടകൾ വിതരണം ചെയ്യുന്നത്. നല്ല തലയെടുപ്പുള്ള കൊമ്പന്മാരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഓരോ ആനകളെയും കണ്ടുകൊണ്ട് മുൻപോട്ട് നടന്നു. ഈ ആനകളെയൊക്കെ നിത്യേന കുളിപ്പിക്കുന്നുണ്ട്. അതിനായി അതിവിശാലമായ ഒരു കുളം തന്നെ അവിടെ ഉണ്ട്. കൂടാതെ ഹോസ് ഉപയോഗിച്ചും പല ആനകളെയും കുളിപ്പിക്കുന്നത് കണ്ടു. കാരണം പലതും വയലൻ്റ് ആയിട്ടുള്ള ആനകളാണ്. ഇത് കണ്ടോ, ഈ ആന ഒരു സ്റ്റാച്ചു പോലെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇതിന് യാതൊരു മൂവ്മെൻറ്റും ഇല്ല. വാല് മാത്രം ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. കുറച്ചു നേരം എൻ്റെ മുമ്പിൽ നിന്നു. കൂട്ടത്തിലെ താരം ഇവനാണ്. ഇവനിങ്ങനെ തലയും തുമ്പിക്കൈയും ചെവിയും ഒക്കെ ആട്ടിക്കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. ഏതാന? വീണ്ടും നടപ്പാതയിലൂടെ മുൻപോട്ട് നടന്നപ്പോൾ ഒരു 10-15 ആനകളെ സെപ്പറേറ്റ് ആയിട്ട് പാർപ്പിച്ചിരിക്കുന്ന ഒരു നോ എൻട്രി ഏരിയ കണ്ടു. ഇതൊരു ഡേഞ്ചർ സോണാണ്. കാരണം ഇതൊക്കെ വയലൻ്റ് ആയിട്ടുള്ള ആനകളാണ്, മതപ്പാടുള്ളതാണ്. അവിടെ നിന്ന് ഒരു കൊമ്പൻ ഒരു പോസ്റ്റും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ പേടിച്ച് മാറി നിന്നു. കുഴപ്പമൊന്നുമില്ല, പാപ്പാനുണ്ട്, പാപ്പാൻ നോക്കിക്കോളും. എന്നാലും നമുക്കൊരു പേടിയാണല്ലോ. പക്ഷേ ആനകളെ എത്ര കണ്ടാലും മതി വരില്ല. നല്ല തലയെടുപ്പുള്ള ഗജവീരന്മാരാണ് നമ്മുടെ ആനക്കോട്ടയിൽ കാണാൻ പറ്റുന്നത്. ഇത് മുൻകാലുകൾക്ക് കുറച്ച് കുഴപ്പമുള്ള ഒരു ആനയാണ്. അതിന് നടക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ്. എന്നാലും അതിനെക്കൊണ്ടും പട്ടയെടുപ്പിക്കുന്നുണ്ട്. ദൈവം നല്ല ഉഷാറായിട്ടുള്ള ചുറുചുറുക്കുള്ള ഒരു ആനയാണ്. കുറേ സമയമായിട്ട് ഇങ്ങനെ പട്ടയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ വ്യക്തികളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ആനക്കോട്ട.